ആഗ്രഹ സാഫല്യത്തിന് വിനായക ചതുർത്ഥി വ്രതം. വിനായക ചതുർത്ഥി ദിവസം ചെയ്യുന്ന ഗണപതി ഹോമത്തിന് ഫലസിദ്ധി വർദ്ധിക്കും. ഗൃഹത്തിൽ വെച്ചോ ക്ഷേത്രത്തിലോ ഗണപതി ഹോമം നടത്താം. ഗൃഹത്തിൽ വെച്ച് ഗണപതി ഹോമം നടത്താൻ കഴിയാത്തവർ അന്ന് ക്ഷേത്രത്തിൽ നടത്തുന്ന ഗണപതി ഹോമത്തിൽ പങ്കുചേർന്നാലും ഫലപ്രാപ്തി കൈവരും. വിനായക ചതുർത്ഥി വ്രതം അനുഷ്ഠിക്കുന്നത് ഗണപതി പ്രീതിക്ക് ഏറ്റവും അനുകൂലമാണ്. വ്രതനിഷ്ഠയോടെ വിനായക ചതുർത്ഥി ആചരിച്ചാൽ ഫലപ്രാപ്തി വർദ്ധിക്കും. ഉദ്ദിഷ്ടകാര്യസിദ്ധി, മംഗല്യഭാഗ്യം, ദാമ്പത്യസുഖം, ഐശ്വര്യം, രോഗമുക്തി, വിദ്യാഭിവൃദ്ധി, സന്താന സൗഖ്യം തുടങ്ങിയ ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. വിനായക ചതുർത്ഥി വ്രതം അനുഷ്ഠിക്കുന്നവർ ചതുർത്ഥിയുടെ തലേ ദിവസം മുതൽ വ്രതനിഷ്ഠകൾ പാലിക്കണം. മത്സ്യമാംസാദികൾ വർജിക്കണം. പകലുറക്കം പാടില്ല. ബ്രഹ്മചര്യം പാലിക്കണം. ലഹരി പദാർത്ഥങ്ങൾ ഒഴിവാക്കണം. സ്ത്രീകൾ മാസക്കുളി തുടങ്ങി അശുദ്ധിയുടെ 7 ദിവസം കഴിയുന്നവരെ വ്രതമെടുക്കാൻ പാടില്ല. ചതുർത്ഥി ദിവസം ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് കുളിച്ച് ശുദ്ധവസ്ത്രം ധരിച്ച് ഗണപതി പ്രധാന ദേവതയായ ക്ഷേത്രത്തിലോ ഉപദേവതയായ ക്ഷേത്രത്തിലോ ദർശനം നടത്തി തൊഴുത് പ്രാർത്ഥിച്ച് വഴിപാടുകൾ സമർപ്പിക്കണം. ഗണപതി ഭഗവാന് ഇഷ്ടനിവേദ്യമായ മോദകം സമർപ്പിക്കുന്നത് ഏറ്റവും നല്ലതാണ്. കറുകമാല, മുക്കൂറ്റി എന്നിവ സമർപ്പിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഉപവാസം എടുക്കാൻ കഴിയുന്നവർ പൂർണ്ണമായി ഉപവസിക്കുക. അല്ലാത്തവർ ഒരു നേരം അരിഭക്ഷണം കഴിച്ചും വ്രതം നോക്കാം. ഗണപതി ഭഗവാന്റെ മൂലമന്ത്രമായ ഓം ഗം ഗണപതായേ നമഃ 108 തവണ ഉരുവിടുക. ഗണപതി ഹോമത്തിൽ പങ്കുചേരണം. അതിനുശേഷം വീട്ടിൽ മടങ്ങിയെത്തി കഴിയുന്നത്ര സമയം ഗണപതിയെ പ്രാർത്ഥിക്കണം. ഗണേശ പുരാണം പാരായണം ചെയ്യുന്നതും കീർത്തനങ്ങൾ ജപിക്കുന്നതും നല്ലതാണ്. വൈകിട്ട് വീണ്ടും കുളിച്ച് ക്ഷേത്രദർശനം നടത്തുന്നത് ഏറ്റവും നല്ലതാണ്. അന്നത്തെ ദിവസം ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് ഉത്തമമാണ്. ചതുർത്ഥിയുടെ പിറ്റേ ദിവസം രാവിലെ ക്ഷേത്രദർശനം നടത്തി തീർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിക്കാം. എല്ലാവർക്കും വിനായക ചതുർത്ഥി ആശംസകൾ.